നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ ഇന്നലെ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണമാണ് ഹൈക്കമാൻഡ് പ്രതികരണമായി നമ്മൾ കേട്ടത്. അപ്പോൾ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അതായത് VD സതീശൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് നമ്മൾ ഇന്നലെ ദേശീയ പ്രതികരണമായി കണ്ടത്. പക്ഷെ അതിനുശേഷം നടന്ന ചർച്ചകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതും പ്രധാനമാണ്. KC നിലപാട് ഇതിൽ നിർണായകമാണല്ലോ. നേരത്തെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് KC എടുത്തു എന്നുള്ള സൂചനകളാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശബ്ദരേഖ അതാണ് ഒന്നുകൂടി രാഹുൽ മാങ്കുട്ടത്തിലെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇനിയും ഓഡിയോയും വീഡിയോയും അടക്കം വരാനിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുമ്പോൾ ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ യാത്ര പ്രക്ഷോഭം വാർത്തയാക്കാത്ത ദേശീയ മാധ്യമങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ ലൈംഗിക വിവാദം വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് നോബൽ? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് എന്ന് തന്നെ സൂചനയാണ് പുറത്തുവരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് നേരത്തെ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല MLA സ്ഥാനം എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും സംസ്ഥാനത്തെ നേതാക്കൾ ഓരോന്നായി അതിൽ നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാട് പങ്കുവയ്ക്കുന്നു എന്ന പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. KPCC അധ്യക്ഷനും MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. KPCC അധ്യക്ഷനും രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കമാൻഡിനോട് അതിൽ അനുമതി തേടിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഇനി MLA സ്ഥാനത്തുനിന്ന് വേണ്ട എന്ന്, അതല്ലേ? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനം തുടരേണ്ടതില്ല എന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ. KPCC അധ്യക്ഷൻ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു. പിന്നാലെ വന്ന പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാട് KPCC അധ്യക്ഷനെ അടക്കം അറിയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഹൈക്കമാൻഡിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കട്ടെ എന്ന നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്ന നിർണായക തീരുമാനമാണ്, നിർണായക വിവരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തുടരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ പുറത്തു വന്ന പല വെളിപ്പെടുത്തലുകളും വലിയ ഗൌരവമുള്ളതാണ് എന്നത് കൃത്യമായി തന്നെ നേതാക്കൾ മനസ്സിലാക്കുന്നു. ഈ കാര്യം പ്രത്യേകിച്ച് ശബ്ദരേഖ അടക്കമുള്ള തെളിവുകൾ അത് വളരെ ഗൌരവമുള്ളതാണ് എന്ന് നേതാക്കൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ നേതാക്കളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ VD സതീശനും ഇന്ന് രമേശ് ചെന്നിത്തലയുമായിരുന്നെങ്കിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ രംഗത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കട്ടെ എന്ന നിലപാട് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ആ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. സ്വാഭാവികമായും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് വേണം വിലയിരുത്താൻ. ഹൈക്കമാൻഡ് ഇതിൽ എന്ത് തീരുമാനം? പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് അല്പം മുമ്പ് ഇന്ന് കേരളത്തിലെ KPCC നേതൃത്വത്തോട് വ്യക്തമാക്കിയത് വൈകുന്നേരം വരെ കാത്തിരിക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിലപാടായിരുന്നില്ല ഇന്നലെ ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ദീപാദാസ് മുൻഷി അടക്കം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്നലെ കേരളത്തിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ നേതാക്കൾ ഓരോന്നായി പുറത്തേക്ക് വരികയും ഇതിന്റെ മൊത്തത്തിലുള്ള ചുമതല പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് അത് KC വേണുഗോപാൽ മാത്രം സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു എന്ന പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യം ഹൈക്കമാൻഡിനെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കി എന്നാണ് വിവരം ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ നേതാക്കളും ഈ രാജി ആവശ്യപ്പെടുമ്പോൾ ഹൈക്കമാൻഡ് അത്തരത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാളിച്ച, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും വലിയ പ്രതിസന്ധി, അതുപോലെ വലിയ തിരിച്ചടി ഹൈക്കമാൻഡ് ഉണ്ടാക്കും. ഒരുപക്ഷെ എല്ലാ പഴികളും ഹൈക്കമാൻഡ് ഏൽക്കേണ്ടി വരും. ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ചിന്ത, കൃത്യമായ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC അധ്യക്ഷന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിൽ അദ്ദേഹത്തെ കൈവിട്ടതോടെ ഇനിയിപ്പോൾ രാജി അല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ വഴിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സണ്ണി ജോസഫ് അടക്കം ആ നിലപാട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് ഒരു തീരുമാനം അറിയിക്കേണ്ടതുണ്ട്. നേരത്തെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത് ഇന്ന് വൈകുന്നേരം വരെ കാത്തു നിൽക്കൂ എന്നുള്ളതാണ്. കോൺഗ്രസിനകത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ മറ്റ് പല ഘടകകക്ഷികളും ഇതേ തീരുമാനം പങ്കുവയ്ക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം പ്രത്യേകിച്ച് ലീഗിന്റെ ദേശീയ ആസ്ഥാനത്തിന് ഉദ്ഘാടനം ഇന്ന് ദില്ലിയിൽ
ദില്ലിയിൽ നടക്കുന്നുണ്ട്. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്നിപ്പോൾ ലീഗ് ഇവിടെ ദില്ലിയിലുണ്ട്. പല നേതാക്കളുമായി രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ നേതാക്കളൊക്കെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ അതിൽ പല ആളുകളും ഇത്തരത്തിൽ സമാനമായി തന്നെ MLA സ്ഥാനത്ത് കൂടി രാഹുൽ തുടരുന്നതിന്റെ അപകടം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ സൂചന അവർ ഹൈക്കമാൻഡിനെ പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ അറിയിച്ചു എന്നും അറിയാൻ കഴിയുന്നു. കാരണം ഒരു വലിയ പോരാട്ടത്തിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യം അടക്കം മാറിയിട്ടുണ്ട്. വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന മുന്നറിയിപ്പുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് എന്ത് സാങ്കേതികത്വം പറഞ്ഞാണെങ്കിൽ പോലും ഇങ്ങനെ ഒരാളെ MLA സ്ഥാനം തുടരാൻ അനുവദിക്കുന്നത് മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്ന നിലപാട് അവർ പങ്കുവച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന അവരുടെ നിലപാട് അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു തീരുമാനം മാത്രം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു രാജി മാത്രമാണ് വരാനുള്ളത്. ഏതാണെങ്കിലും രാഹുൽ MLA സ്ഥാനത്ത് സ്വന്തം താല്പര്യപ്രകാരം തുടരുകയാണെങ്കിൽ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കണമെന്ന ആവശ്യവും പാർട്ടിക്കകത്തുണ്ട്. അത്തരത്തിലുള്ള ആവശ്യങ്ങളും ഇവിടെ മെയിലുകളായും കത്തുകളായും പരാതികളായും ഹൈക്കമാൻഡ് എത്തുന്നുണ്ട് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ രാഹുലിന് മുന്നിൽ രാജിയല്ലാതെ മറ്റു വഴികളില്ല. ഇനിയിപ്പോൾ നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ഇത് ആവശ്യപ്പെടാതിരുന്നാൽ അത് ഹൈക്കമാൻഡിന് വലിയ തിരിച്ചടിയാകും. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി എപ്പോൾ രാജി എന്നത് മാത്രമാണ് നമുക്ക് മുന്നിൽ അവസാനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സ്മൃതി, ഇന്ന് തന്നെ ആ തീരുമാനമുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. നോബൽ മാരിക്കാരനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണ്. പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ കേസില്ല, പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല, ഒരു FIR ഇല്ല എന്ന ന്യായീകരണം നടത്തിയ നേതാക്കൾ പോലും ഇപ്പോൾ പിന്നാക്കം പോയിരിക്കുന്നു. പ്രതിരോധം തീർക്കാനാകാത്ത വിധം പാർട്ടിയെ വല്ലാത്ത കെണിയിൽപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നേരത്തെ അനുകൂലിച്ച് പ്രതികരിച്ച നേതാക്കൾ പോലും ഇപ്പോൾ വിരുദ്ധ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടരരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ പുറത്തു വരും എന്നുള്ള ആശങ്കയുണ്ട്. ഇനിയും ശബ്ദരേഖകളുണ്ടോ, ഇനിയും വീഡിയോ ഉണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം KPCC ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വച്ചിരിക്കുന്നു. ദേശീയ തലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത വലിയ രീതിയിൽ വാർത്തയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. രാഹുൽ ഗാന്ധിയുടെ വലിയ പ്രക്ഷോഭത്തിന്റെ ആ വാർത്തയുടെ ഒരു പ്രാധാന്യം പോലും ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്ത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് പാർട്ടി ഒന്നാകെ ദേശീയ തലത്തിൽ പോലും ബുദ്ധിമുട്ടിലാക്കുന്ന വിഷയമാണത്. ആ നിലയ്ക്ക് ഹൈക്കമാൻഡ് നിലപാടെടുക്കുന്നു എന്ന് വേണം അറിയാൻ. ഹൈക്കമാൻഡോട് രാജി ആവശ്യം ഔദ്യോഗികമായി തന്നെ KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോബൽ, ഇപ്പോൾ ഹൈക്കമാൻഡിന് KPCC അധ്യക്ഷൻ കത്ത് നൽകിയാണോ ചെയ്തിരിക്കുന്നത്? ഇന്ന് രാവിലെ ഉണ്ടായ ഒരു കാര്യമാണല്ലോ. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഹൈക്കമാൻഡും KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരുന്നു. കാരണം ഓരോ നിമിഷവും സങ്കീർണമാകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ MLA സ്ഥാനം തുടരാൻ അനുവദിക്കരുത് എന്ന നിലപാട് പങ്കുവച്ച സാഹചര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഹൈക്കമാൻഡിൽ നിന്ന് KPCC നേതൃത്വത്തിലേക്കും തിരിച്ചും കൃത്യമായ ആശയവിനിമയങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് സണ്ണി ജോസഫ് എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണം എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഈ വിവരം പറയുമ്പോൾ, അതായത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണത്തിലടക്കം പെൺകുട്ടിയെ കൊല്ലാൻ നിമിഷങ്ങൾ മതിയെന്ന രാഹുലിന്റെ ശബ്ദരേഖ അതീവ ഗൗരവമുള്ളതാണ് എന്നാണ് KPCC അധ്യക്ഷൻ ഇതിൽ വ്യക്തമാക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ശബ്ദരേഖയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലൊരു കൃത്യമായ ധാരണ KPCC നേതൃത്വത്തിന് പോലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ MLA ആയിരിക്കുന്ന ഒരാൾ, യുവജന പ്രസ്ഥാനത്തെ നയിച്ച ഒരാൾ, അത്തരത്തിൽ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ഒരാൾ ഇത്തരത്തിൽ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടിയെ കൊല്ലാൻ നിമിഷങ്ങൾ മതിയെന്നടക്കമുള്ള രാഹുലിന്റെ ശബ്ദരേഖകൾ വലിയ ഗൗരവമുള്ളതാണ് എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള നിഗമനങ്ങൾ KPCC അധ്യക്ഷന് അടക്കം ഉണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആവശ്യം KPCC അധ്യക്ഷൻ നേരിട്ട് ഹൈക്കമാൻഡിനോട് അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നത് യാഥാർത്ഥ്യം. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്
മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തെ ഇത്ര പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും മറികടന്നുകൊണ്ട് എന്താണെങ്കിലും രാഹുലിനെ സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് ഒരിക്കലും തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. കാരണം അത്തരത്തിലൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലടക്കം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, ഘടകകക്ഷികളുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അവർ എത്തിയത് മറ്റൊരു പരിപാടിക്ക് വേണ്ടിയാണെങ്കിലും അവരുടെ തീരുമാനവും ഏറെക്കുറെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെ ആവശ്യവും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പദവിയിൽ തുടരുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അതും പ്രതിസന്ധിയാകും എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഹൈക്കമാൻഡ് എന്താണെങ്കിലും മറിച്ചൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൂടി രാഹുൽ രാജിവെക്കട്ടെ എന്ന തീരുമാനം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കും അപ്പുറം പ്രത്യേകിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഈ പ്രധാനപ്പെട്ട 3 നേതാക്കളും ഒരേ സ്വരത്തിൽ ഒരു കാര്യം ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ആ ആവശ്യം അംഗീകരിക്കുകയല്ലാതെ ഹൈക്കമാൻഡിന് മുന്നിലും മറ്റു വഴികളില്ല. ഇവിടെ ഹൈക്കമാൻഡ് വെട്ടിലായി എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇന്നലെ വരെ ഹൈക്കമാൻഡ് നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി തന്നെ ദീപാദാസ് മുൻഷി ഇന്നലെ അവിടെ പങ്കുവയ്ക്കുകയും ചെയ്താണ്. ആ നിലപാട് വന്നതിന് പിന്നാലെ നേതാക്കളെടുത്ത ശക്തമായ നിലപാടുകൾ, അവർ മുന്നോട്ട് വെച്ച അവരുടെ കൃത്യമായ നിലപാടുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതായിരുന്നു. അത്തരത്തിൽ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്നലെ ആ നിലപാട് പറഞ്ഞു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അത് ആവർത്തിക്കുകയും ചെയ്തു. പിന്നാലെ സണ്ണി ജോസഫും ആ നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു നേതാവും പ്രത്യേകിച്ച് ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാൻ പോകുന്ന നേതാക്കളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ എല്ലാ തീരുമാനവും ഹൈക്കമാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഹൈക്കമാൻഡ് മാത്രമാണ് ഇതിൽ ഒരു ഉത്തരം പറയേണ്ടതുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ആ തീരുമാനം ഉടൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്മൃതി, വലിയ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സംസ്ഥാനത്തെ നേതൃത്വം രാജി ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം ഇതിനകം നമ്മൾ കണ്ടുകഴിഞ്ഞു. VD സതീശൻ, രമേശ് ചെന്നിത്തല. VD സതീശൻ വീണ്ടും പ്രതികരണം ഉണ്ടാകുമോ? അദ്ദേഹം കൊല്ലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തിരക്കിട്ട് പോകുന്നു. മാധ്യമങ്ങൾ പിന്നാലെ പായുന്നുണ്ട്. പ്രതികരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ VD സതീശൻ പ്രതികരിച്ചാണ്. ഇന്ന് KPCC അധ്യക്ഷന്റെ കത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതിശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടരരുത് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരരുത് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.